ലേണേഴ്സ്, വെൽക്കം ടു എഗൺ. മക്കളെ, നിങ്ങൾ ഈ മോഡൽ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതും നമുക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ 5th യൂണിറ്റ് എന്നത്. അപ്പോൾ ഈ 5th യൂണിറ്റ് നിങ്ങൾ നിർബന്ധമായും നന്നായി പഠിച്ചിരിക്കണം. മോഡൽ എക്സാം മാത്രമല്ല, പബ്ലിക്കിനും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിതയാണ്. ബച്ചേ കാം പർ ജാ രഹേ ഹേ. നോക്കൂ, ഹിന്ദിക്ക് ആധുനിക കവി രാജേഷ് ജോഷി എഴുതിയ കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. കുട്ടികൾ ജോലിക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് കവി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത് അത് നമുക്ക് ആശയം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കവിത എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, രാജേഷ് ജോഷിനെ ലിഖാ ഹുവ, അല്ലെ, ആധുനിക കവിയായ രാജേഷ് ജോഷിയെ എഴുതിയ കവിത ഹേ ബച്ചേ കാം പർ ജാ രഹേ ഹേ. എഴുതിയ കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. ഇസ് കവിതാമേ, ഈ കവിതയിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം കേട്ടോ. ഇസ് കവിതാമേ, ഈ കവിതയിൽ. അങ്ങനെ നിങ്ങൾ ഈ ആൻസറിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വേറൊരു ആശയം എഴുതുമ്പോഴും അവിടെയും നിങ്ങൾക്ക് അതേ വാക്കുകൾ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലാക്കിയെങ്കിലേ അത് പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇസ് കവിതാമേ, ഈ കവിതയിൽ സമാജിക്ക് ബഡേ സമസ്യ. സമാജിക്ക് ബഡേ സമസ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ വലിയ പ്രശ്നം. സമസ്യ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ആണ്. ബാലശ്രം കെ ബാരേമേ ചർച്ച കർത്തേ ഹേ. എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ കവിതയില്? ബാലശ്രം, ബാലവേലയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗരീബി കെ കാരൺ മാ ബാപ് കോ ബച്ചോं का പാലൻ പോഷൺ നഹി കർ സക്തേ ഹേ. എന്നിട്ട് ഇവിടെ നമ്മൾ പറയാണ് എന്താണ് ശരിയായ കാരണം? ഗരീബി, അല്ലെ, ദാരിദ്ര്യം കാരണം മാതാപിതാക്കൾക്ക് കുട്ടികളെ നന്നായി വളർത്താൻ സാധിക്കുന്നില്ല. അതാണ് പാലൻ പോഷൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വളർത്തുക. इसलिए बच्चों को अपने पढ़ाई छोड़कर, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അപ്പിനെ പടായി ചോടുക്കർ എന്ന് വെച്ചാൽ ഗരീബി കാരണം, ദാരിദ്ര്യം കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യമായ സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളും ഇല്ല. അപ്പൊ കുറച്ച് പാരൻസിന് അത്ര നിർബന്ധം ഉണ്ടാവില്ല കുട്ടികൾ പഠിക്കണം എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ സ്കൂളിലൊന്നും പോകാതെ പിന്നീട് എന്താക്കാൻ തുടങ്ങും? വല്ല ജോലിയിലും ഒക്കെ, ചിലപ്പോൾ പാരൻസ് ചെയ്യുന്ന ജോലിയിൽ അവരോടൊപ്പം പോയിട്ട് അവരെ സഹായിച്ചു കൊടുക്കും. അപ്പൊ പാരൻസും വിചാരിക്കുന്നു എന്ത്? പഠിക്കുന്നതിനേക്കാൾ ലാഭമാണ്, പണം എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പടായി ചോടുക്കർ, പഠനം ഒഴിവാക്കിയിട്ട് കാം പർ ജാനാ പഡ്താ ഹേ, ജോലിക്ക് പോകുന്നു. കവി യഹാ ഇസ് സമസ്യ കെ ബാരേ മേ, ഇവിടെ ഈ കവിതയിൽ കവി ഈ പ്രശ്നത്തെ കുറിച്ച് കുച്ച് പ്രശ്ന പൂച്ഛത്തെ ഹേ, കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. കവി കേസേ ലിഖ്നാ ചാത്തേ ഹേ, കവിത എങ്ങനെ എഴുതാനാണ് കവി ആഗ്രഹിക്കുന്നത്? പ്രശ്ന കെ രൂപമേ, അല്ലെ, കുച്ച് സവാൽ കി തരം, നമ്മളോട് കവി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി കവി ചോദിക്കുന്നത് നോക്കൂ. കാലേ പഹാഡ് കെ നീച്ചെ ദബ് ഗയേ ഹേ സാരേ ഖിലൗനെ. എന്നിട്ട് കവി ചോദിക്കുകയാണ്, കറുത്ത പർവ്വതത്തിനടിയിൽ അകപ്പെട്ടു പോയതാണോ എല്ലാ കളിപ്പാട്ടങ്ങളും? പിന്നീട് ചോദിക്കുന്നത് എന്താ? ക്യാ ദീമക്കോനെ കാ ലിയാ ഹേ സാരി രംഗ് ബിരംഗി കിതാബോं को. ഇനി അതല്ലെങ്കിൽ ചിതലരിച്ചു പോയതാണോ ഇവിടെയുള്ള നിറപ്പകിട്ടാർന്ന ബുക്കുകളൊക്കെ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ കയ്യിൽ നമ്മൾ എപ്പോഴും കുട്ടികളെ കാണുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ അവരുടെ കയ്യിൽ വല്ല കളിപ്പാട്ടം ഉണ്ടാകും, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കളർ ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ വേറെ ഏതോ ബുക്കിൽ അവർ എഴുതി നോക്കുന്നത് കാണാം, അല്ലെ? അതൊക്കെയാണല്ലോ അവർ സാധാരണ നമ്മൾ ഒരു കുട്ടികളുടെ ചുറ്റുവട്ടുമായിട്ട് കാണുന്നത്. അപ്പൊ കവി ചോദിക്കുകയാണ്, കുട്ടികളൊക്കെ ജോലിക്ക് പോകാൻ ഇതൊക്കെ നശിച്ചുവോ ഈ ലോകത്ത് നിന്ന്? കിസി ഭൂകമ്പമേ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂകമ്പത്തിൽ ടഹ് ഗയി ഹേ, തകർന്നതാണോ? സാരേ മദ്രസോं की ഇമാരത്തെ, എല്ലാ വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങളും ഏതെങ്കിലും ഭൂകമ്പത്തിൽ തകർന്നു പോയോ എന്നാണ് കവി ചോദിക്കുന്നത്. ഓർ ക്യാ സാരേ മൈദാൻ, എന്നിട്ട് കവി ചോദിക്കുക ഓർ ക്യാ, പിന്നെന്താ? സാരേ മൈദാൻ സാരേ ബഗീജെ ഓർ ഘരോं के ആംഗൻ, ഇനി എല്ലാ തോട്ടവും എല്ലാ വീടുമുറ്റങ്ങളും പിന്നെ എല്ലാ മൈതാനങ്ങളും ഇതൊക്കെ നശിച്ചുവോ? ഏക്കാ ഏക്, ഓരോന്നായി നശിച്ചുവോ എന്ന് കവി ചോദിക്കുന്നു.
खत्म हो गए हैं അവസാനിച്ചുവോ ഏകാ ഏക് ഇൻ പ്രശ്നോ സെ പ്രശ്ന എന്ന് പറഞ്ഞാൽ ചോദ്യമാണ് ഈ ചോദ്യങ്ങളിലൂടെ ഈ സമസ്യക ഭയാനകത സംജാതി ഹെ ഈ ചോദ്യങ്ങളിലൂടെ ഒക്കെ കവി ഈ പ്രശ്നത്തിന്റെ ഭയാനകത ഇത് എത്രത്തോളം സീരിയസ് ആയ ഒരു മാറ്റർ ആണ് അതിനെ കുറിച്ചാണ് കവി സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ചോദ്യങ്ങളായി കവിതയിൽ പറയാനുള്ള കാരണം തന്നെ അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കും ശരിയാണ് അല്ലേ അല്ലാതെ കുട്ടികൾ ജോലിക്കായി പോകുന്നു അവരെ തടയണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊരു സാധാരണ കവിതയെ പോലെ വായിച്ചവിടെ വെക്കും പക്ഷേ ഇതിൽ കുറെ ചോദ്യങ്ങളായതുകൊണ്ട് നമ്മളും ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരല്പസമയമെങ്കിലും നമ്മളിന്ന് ചിന്തിക്കുന്നു ഇനി നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ കവിത വായിച്ചു നമുക്ക് ആശയം മനസ്സിലായി ഇനി നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യാണ് ലാസ്റ്റ് പാരഗ്രാഫ് घर के गरीबी और अनपढ़ माതാപിതാ के कारण അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഒന്ന് ദാരിദ്ര്യമാണ് മറ്റൊന്ന് അൻപഡ് മാതാപിത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുത്തും വായനയും അറിയാത്ത മാതാപിതാക്കൾ ബച്ചോങ്കോ കുട്ടികളെ അപ്പിനെ പഠായി രുക് ജാത്തേ ഹെ അവരുടെയൊക്കെ കാരണം കൊണ്ട് അല്ലേ ഒന്നെങ്കിൽ പാരൻസിന് ഇതേക്കുറിച്ച് വലിയ ബോധ്യമില്ല അവരുടെ ദാരിദ്ര്യമൊക്കെ കാരണം അവർ പഠനം നിർത്തുന്നു യഹാ ബച്ചോങ്കോ പഠായി കെ സാത്ത് ഇങ്ങനെ പഠനം നിർത്തുമ്പോൾ ബച്ചോങ്കോ പഠായി കെ സാത്ത് കുട്ടികളുടെ പഠനത്തോടൊപ്പം അപ്പിനി ബച്പൻ ബി നഷ്ടു ഹോത്തേ ഹെ കുട്ടികൾക്ക് പഠനം മാത്രമല്ല സ്കൂളിൽ പോയാൽ അവർക്ക് സുഹൃത്തുക്കളെ കിട്ടും അവിടെ നിന്ന് പല പുതിയ പുതിയ അറിവുകൾ കിട്ടും അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്ന് ബുക്കിലുള്ള പഠനം മാത്രമല്ലാതെ കിട്ടുന്നുണ്ട് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഇത് സ്കൂളിലെ പഠനം മാത്രമല്ല അവരുടെ കുട്ടിക്കാലം കൂടെയാണ് നഷ്ടപ്പെടുന്നത് ബാലശ്രം പർ കാനൂനി രോഗ് ഹോനെ പർ ബി എന്നിട്ട് ഇവിടെ പറയാണ് ബാലശ്രം ബാലവേലയ്ക്കെതിരെ കാനൂനി രോഗ് കാനൂനി എന്ന് പറഞ്ഞാൽ നിയമപരമായ തടസ്സമുണ്ടെങ്കിലും സമാജ് മേ സൊസൈറ്റിയിൽ അനേക് ചോട്ടെ ബച്ചെ ഇന്നും കുറെ ചെറിയ ചെറിയ കുട്ടികൾ ആജ് കെ ജമാനെ മേ ബി ഇന്നത്തെ കാലത്തും യെ ഉൻകെ പ്രഗതി കെ സാത്ത് ഇസ് രാഷ്ട്ര കി പ്രഗതി ബി നഷ്ട കരേംഗെ ഇത് അവരുടെ പുരോഗതിയോടൊപ്പം രാഷ്ട്രത്തിന്റെ പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്നു ചെറിയ കുട്ടികൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിചാരിക്കുന്നു കുറേ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സ്കൂളിൽ പോകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കവിതയുടെ ആശയം നമ്മൾ പഠിച്ചു ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് പോസ്റ്റർ ആണ് ബാലവേലക്കെതിരായിട്ടുള്ള പോസ്റ്റർ നോക്കൂ ബാലശ്രം അഭിശാപ് ഹെ ഓർ ദേശ് കെ പ്രഗതി മേ ബാധക് ഹെ അത് ദേശത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്നു നാളെ പഠിച്ചു ഉയരേണ്ട ഒരു തലമുറയെയാണ് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാതെ നശിക്കുന്നത് ഒരു 10 കുട്ടികൾ പഠനം ഒഴിവാക്കിയിട്ട് ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിൽ നിന്നൊരു 2ഓ 3ഓ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന എത്രയോ പൗരന്മാരെയാണ് അവിടെ നഷ്ടപ്പെടുന്നുണ്ടാവുക വിശ്വ ബാലശ്രം നിഷേധ് ദിവസ് കെ അവസർ പർ ഇത് ജൂൺ 12 ബാലശ്രം വിരുദ്ധ ദിനാണ് ബാലശ്രം വിരുദ്ധ ദിനാണ് ജൂൺ 12 ബച്ചോं തഥാ ബാലശ്രം കോ ഖത്മ കർനെ കാ സങ്കൽപ് ലേ അപ്പൊ ഇതിനൊക്കെ എതിർക്കുവാൻ തടയുവാനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നോക്കൂ വിശ്വ ബാലശ്രം നിഷേധ് ദിവസ് കെ അവസർ പർ ബച്പൻ ബച്ചായേ എന്ത് ചെയ്യണം നമ്മൾ ബച്പൻ കുട്ടിക്കാലത്തെ നമ്മൾ രക്ഷിക്കൂ ബാലശ്രം കോ ഖത്മ കരേ നമ്മൾ എന്ത് ചെയ്യണം ഈ ബാലവേലയെ അവസാനിപ്പിക്കൂ ഇനി ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിത കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഗുഡ്ലി തോ പരായി ഹേ അപ്പൊ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗുഡ്ലി അപ്പിന്നെ മൻ കി ബാത്തോ ഗുഡ്ലി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ സഹേലിക്കോ ബത്താന ചാത്തി ഹേ തൻ്റെ സുഹൃത്തിനോട് കൂട്ടുകാരിയോട് പറയാൻ ആഗ്രഹിക്കുന്നു ലിക്കെ സഹേലിക്കെ നാം ഗുഡ്ലി കാ പത്ര എന്താണ് ഗുഡ്ലിയുടെ മനസ്സിലുള്ള കാര്യം ഗുഡ്ലിയുടെ ബുവ ഗുഡ്ലിയെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നു അല്ലെ അപ്പൊ ഇതിൽ മനം നൊന്ത് ഗുഡ്ലി ഇങ്ങനെ ചിന്തിക്കുകയാണ് എപ്പോഴും ഇവരെന്തിനാ എന്നെങ്ങനെ അന്യയായി കാണുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ ഗുഡ്ലിയെ അലട്ടുന്നുണ്ട് അങ്ങനെ ഗുഡ്ലി വിചാരിക്കുന്നു എന്താ തൻ്റെ സഹേലിക്ക് തൻ്റെ കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതിയാലോ അപ്പൊ നമ്മൾ സ്ഥാന് താരീഖ് എഴുതി എന്നിട്ട് പ്രിയ സഹേലി
എന്താണ് പ്രിയ സഹേലി. തും കേസി ഹോ, നമ്മൾ സാധാരണ എല്ലാ ലെറ്ററും ഇങ്ങനെ തന്നെ തുടങ്ങാറ് അല്ലെ. തും കേസി ഹോ, ഘർ മേ സബ് കുശൽ ഹേന. മേനെ സുഖമല്ലേ എന്നാണ് കേട്ടോ ചോദ്യം. മേനെ ബത്തായ താന, ഞാൻ പറഞ്ഞിരുന്നില്ലേ. ബുവാസെ മേ ബഹുത് പരേഷാൻ ഹു. അപ്പൊ സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ ഇതിനു മുൻപേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിനക്കറിയാലോ ബുവയെ കൊണ്ട് വലിയ പ്രശ്നമാണെന്ന്. വ ഹമേഷാ ഹി ഉപദേശ് ദേത്തി ഹെ, അവരെപ്പോഴും ഉപദേശം നൽകുന്നു. വ കഹത്തി ഹെ, അവര് പറയുന്നത് കി മേ പരായേ ഘർ കി സമ്പത്തി ഹും, ഞാനൊരു അന്യ വീട്ടിലെ സമ്പത്താണ് എന്നാണ് പറയുന്നത്. പരായേ എന്ന് പറഞ്ഞാൽ എന്താണ്? പരായ ധൻ, അന്യന്റെ ധനം. പരായേ ഘർ എന്ന് പറഞ്ഞാൽ അന്യന്റെ വീട്. മേരെ ഘർ മേ മേരാ കോയി അധികാർ നഹി ഹെ, അപ്പൊ എന്താണ് ഗുഡ്ലി എഴുതുന്നത്? എന്റെ വീട്ടിൽ എനിക്ക് ഒരു അധികാരവുമില്ല. മേ യഹ് മാൻ നഹി സക്തി, എനിക്കത് സഹിക്കാൻ പറ്റില്ല. കൽ മാബി ബുവാ കെ സാത്ത് കുച്ച് കഹ, ഇന്നലെ അമ്മയും എന്തു പറഞ്ഞു? ബുവയോടൊപ്പം ഭാഗം ചേർന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇസ്സെ മേ ബഹുത് ദുഃഖി ഹൂം, സബ് ഹമേ എസെ ക്യോ കഹത്തെ ഹെ, ഇതിൽ ഞാൻ വളരെ ദുഃഖിതയാണ്. എല്ലാവരും എന്താണ് നമ്മളെ ഇങ്ങനെ കാണുന്നത്? ലഡ്ക ലഡ്കിക്കോ സമാൻ സ്ഥാൻ കബ് മിലേങ്കെ, അല്ലെ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ സ്ഥാനം വീടുകളിൽ നിന്ന് എങ്ങനെ കിട്ടും? തുമാരി ഗുഡ്ലി. അപ്പൊ തുമാരി ഗുഡ്ലി എന്ന് പറഞ്ഞിട്ട് ഈ എഴുതിയ ലെറ്റർ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള പല ഇൻസിഡന്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ കാർഡിൽ എന്തടിക്കാത്ത പേര് പ്രിന്റ് ചെയ്യാത്ത പ്രശ്നം, പിന്നെ അത് കൂടാതെ ബുവ പറഞ്ഞത്, അങ്ങനെയുള്ള എല്ലാ ഏത് കാര്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അതുകൂടെ ആഡ് ചെയ്ത് എഴുതാം. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ലെറ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഗുഡ്ലിയുടെ അനുഭവത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു ലെറ്റർ. അപ്പൊ ഇതിൽ ബുവ പറഞ്ഞതിനെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഇനി വേറെ വല്ല പ്രത്യേകിച്ച് ഇങ്ങനെ കാർഡിൽ പ്രിന്റ് ചെയ്യാത്തതിനെ കുറിച്ചാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതുകൂടി ചേർക്കാവുന്നതാണ്. ഇനി അടുത്ത നമുക്ക് ഇതിൽ ഈ ഒരു കഹാനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഗുഡ്ലി. ഗുഡ്ലിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ലേഖിക കനക് ശശി की गुडली तो पराई नामक कहानी के കേന്ദ്ര കഥാപാത്ര ഹെ ഗുഡ്ലി. അപ്പൊ ഇതിലെ ഈ ഒരു കഹാനിയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഗുഡ്ലി. ഗുഡ്ലി 14 साल की लड़की है, उसे अपने घर वालों के प्रति बहुत प्यार है. അപ്പൊ ഗുഡ്ലിക്ക് തന്റെ വീട്ടുകാരൊക്കെ വലിയ ഇഷ്ടമാണ്. ലേക്കിൻ അപ്നെ പരിവാർ കെ ലോഗ്, പക്ഷേ തന്റെ കുടുംബത്തിലെ ആളുകൾ പരായേ ലഡ്കി കെ രൂപ് മേ ദേഖ്നെ കെ കാരൻ, അല്ലെ, ഒരു അന്യ കുട്ടിയായിട്ട് ഈ വീട്ടിലെ കുട്ടിയല്ല മറ്റൊരു വീട്ടിലെ കുട്ടിയെ പോലെ കാണുന്നത് കാരണം വ ബഹുത് ദുഃഖി ഹേ, അവൾ വലിയ ദുഃഖത്തിലാണ്. ലേക്കിൻ വഹ് ഇസ് ഭേദഭാവ് കെ പ്രതി, അവൾ ഈ ഭേദഭാവത്തോട് അപ്പിനെ പരിവാർ സെ ലഡ്ന ശുരു കിയ. പരിവാർ സെ ലഡ്ന എന്ന് പറഞ്ഞാൽ എന്താ? ആ കുടുംബത്തിനോട് തന്നെ ഇതിനെതിരായിട്ട് അവള് ഏറ്റുമുട്ടുവാൻ തീരുമാനിച്ചു. इसलिए घर के देखभाल भैया को देने से इस അസമാനത എന്താണ്? ഈ അസമത്വം എന്ന് പറയില്ല നമ്മൾ, സമത്വമില്ലായ്മ. അപ്പൊ അതിനെതിരെയായിട്ട് ലഡ്തേ ഹേ, എന്താ ചെയ്യുന്നു? അതിനെതിരെയായിട്ട് അവള് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഗുഡ്ലിയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചു. ഇപ്പൊ അത് കൂടാതെ ഗുഡ്ലിയുടെ ലെറ്റർ, തൻ്റെ സുഹൃത്തിന് എഴുതുന്ന ലെറ്റർ. അപ്പൊ ഇതിലുള്ള ഇതേ സെന്റൻസുകൾ തന്നെ ഇനി നിങ്ങൾക്ക് ഡയറി ചോദിച്ചാലും നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റൻസ് അവിടെയും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഒരേ ഇൻസിഡൻ്റ് ആണ്, പിന്നെ അത് കൂടാതെ ഒരേ സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.